നമസ്കാരം, ഞാൻ ഡോക്ടർ ബീന. എൻ്റെ നുറുങ്ങി ചിന്തകൾ എന്ന പുതിയ പങ്ക്തിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ എപ്പിസോഡിൽ നഷ്ടബോധവും രാഷ്ട്രബോധവും എന്താണെന്ന് നമുക്ക് നോക്കാം. നഷ്ടബോധം എന്നത് വ്യക്തി സ്വന്തം മൂല്യങ്ങൾ, അവസരങ്ങൾ, വസ്തുക്കൾ, സമയം എന്നിവ നഷ്ടപ്പെടുമ്പോൾ അനുഭവിക്കുന്ന മനോഭാവമാണ്. സ്വപ്നങ്ങൾ പൂർത്തിയാകാതെ ഉള്ള നിരാശ. നഷ്ടബോധം വ്യക്തിപരവും ആന്തരികവുമായ അനുഭവമാണ്. എത്രമാത്രം നഷ്ടം സംഭവിച്ചു എന്ന തിരിച്ചറിയലാണ്. ഇത് ചിന്തിക്കാൻ, പ്രതിസന്ധി നേരിടാൻ, അനുഭവങ്ങളിൽ നിന്ന് പാഠമെടുക്കാൻ സഹായിക്കുന്നു. എന്നാൽ രാഷ്ട്രബോധം ഒരു വ്യക്തി തൻ്റെ രാജ്യത്തോടുള്ള ബാധ്യത, സ്നേഹം, ഉത്തരവാദിത്വം എന്നിവ മനസ്സിലാക്കുന്ന അവസ്ഥയാണ്. ഒരു രാജ്യത്തിൻ്റെ സേവനത്തിനായുള്ള ശ്രമം, ദേശീയമായി പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ പങ്കാളിത്തം, ജനങ്ങളുടെ അവകാശങ്ങൾ എന്നിവയിൽ ജാഗ്രത ഉണ്ടായിരിക്കണം. ആ ജാഗ്രത ഉണ്ടാകേണ്ടതിൻ്റെ ബോധത്തെയും അതിൻ്റെ കാരണത്തെ തേടിയുള്ള യാത്രയെയുമാണ് രാഷ്ട്രബോധം എന്ന് പറയുന്നത്. ചുരുക്കി പറഞ്ഞാൽ നഷ്ടബോധം വ്യക്തിയുടെ സ്വന്തമായ നഷ്ടങ്ങൾ തിരിച്ചറിയലാണ്. എന്നാൽ രാഷ്ട്രബോധം സമൂഹത്തോടും രാജ്യത്തോടുമുള്ള ഉത്തരവാദിത്വവും പ്രവർത്തനവും ആണ്. രാഷ്ട്രബോധവും നഷ്ടബോധവും ചില തരത്തിൽ ബന്ധപ്പെട്ടിരിക്കുന്നു, പക്ഷേ ഇവ വ്യത്യസ്ത തലങ്ങളിലാണ് പ്രവർത്തിക്കുന്നത്. സ്വകാര്യ നഷ്ടബോധം സമൂഹബോധത്തിലേക്ക് എങ്ങനെ മാറുന്നു? ഒരു വ്യക്തി സ്വന്തം നഷ്ടങ്ങൾ തിരിച്ചറിയുമ്പോൾ അതിലൂടെയുള്ള നോട്ടവും അനുഭവപരമായ ബോധവും ഉണ്ടാകുന്നു. ഉദാഹരണത്തിന്, തൻ്റെ സ്വന്തം ഭൂമി, സ്വാതന്ത്ര്യം, മനുഷ്യാവകാശങ്ങൾ എന്നിവ നഷ്ടപ്പെടുമ്പോൾ അനുഭവിക്കുന്ന വിഷാദം ആണ് നഷ്ടബോധം. എന്നാൽ രാഷ്ട്രീയ ബോധത്തിലേക്ക് ചിന്തിച്ചു നോക്കിയാൽ നമ്മുടെ നഷ്ടബോധം നമ്മളെ രാഷ്ട്രീയ ബോധത്തിലേക്കും നമുക്ക് കിട്ടേണ്ട കാര്യങ്ങളിലുള്ള ചിന്തകളെക്കുറിച്ചും നമുക്ക് ഒരു സൂചനയാണ് തരുന്നത്. അതുകൊണ്ട് നഷ്ടബോധം വ്യക്തിയിൽ മറ്റുള്ളവരോട് സഹാനുഭൂതിയും ഉത്തരവാദിത്വവും സൃഷ്ടിക്കുന്നു. വ്യക്തിയുടെ നഷ്ടാനുഭവങ്ങൾ മറ്റാളുകളുടെ നഷ്ടത്തെ മനസ്സിലാക്കാനും സംരക്ഷണ പ്രവർത്തനങ്ങളിൽ പങ്കാളികളാകാനും സഹായിക്കുന്നതോടുകൂടി ഇത് രാഷ്ട്രീയ, സാമൂഹിക, പരിസ്ഥിതി സംരക്ഷണ പ്രവർത്തനങ്ങൾക്ക് ഒരു തുടക്കം ആകുന്നു. അഥവാ രാഷ്ട്രബോധം വളരാൻ സഹായകം ആകുന്നു. രാഷ്ട്രബോധം ഇല്ലാത്ത ഒരാളിന് നഷ്ടബോധം ഉണ്ടാകുമോ? രാഷ്ട്രബോധം ഇല്ലാത്തവൻ എന്ത് നഷ്ടബോധം? രാഷ്ട്രബോധമില്ലാത്തവർക്ക് നഷ്ടബോധം സാധാരണയായി സ്വകാര്യ ജീവിതത്തിലേക്ക് ചുരുങ്ങുന്നു. പക്ഷേ സമൂഹത്തിൻ്റെയും രാജ്യത്തിൻ്റെയും നഷ്ടങ്ങളെക്കുറിച്ച് അവർക്ക് ഒരു തിരിച്ചറിയൽ ഉണ്ടാകില്ല. രാഷ്ട്രീയ ബോധം ഇല്ലാത്തവർക്ക് ജനതയുടെ അവകാശങ്ങൾ നഷ്ടപ്പെടുന്നു എന്ന കാര്യവും മനസ്സിലാകില്ല. സ്വാതന്ത്ര്യം, സംസ്കാരം, പരിസ്ഥിതി നഷ്ടപ്പെടുമ്പോഴും അത് ഒരു വ്യക്തിഗത നഷ്ടമായി തോന്നുകയില്ല. അവർക്ക് മറ്റുള്ളവരുടെ വേദന, രാജ്യത്തിൻ്റെ തകർച്ച എന്നിവയിൽ അവബോധമില്ലാതെ വരുന്നു. രാഷ്ട്രബോധമില്ലാത്തവർക്ക് നഷ്ടബോധം സ്വാർത്ഥതയിലേക്ക് മാത്രം പരിമിതപ്പെടുന്നു. സമൂഹത്തിൻ്റെ നഷ്ടം തിരിച്ചറിയാത്തതിനാൽ രാഷ്ട്രത്തിനും സമൂഹത്തിനും വേണ്ടി പ്രവർത്തിക്കാൻ പ്രേരണയും ഉണ്ടാകില്ല. ഇതോടെ വലിയ നഷ്ടങ്ങളെ ചെറിയ നഷ്ടങ്ങളായി പോലും കാണാതെ പോകുന്നു. ചുരുക്കി പറഞ്ഞാൽ രാഷ്ട്രബോധമില്ലാത്ത ഒരാൾക്ക് നഷ്ടബോധം ഉണ്ടാകാം, പക്ഷേ അത് വ്യക്തിപരമായി നഷ്ടത്തിലേക്ക് മാത്രം ചുരുങ്ങുന്നു. സമൂഹത്തിൻ്റെ, രാജ്യത്തിൻ്റെ, തലമുറകളുടെ നഷ്ടങ്ങൾ അവർക്ക് ഒരു നഷ്ടമായി തോന്നുകയില്ല. ഇനി പുതിയൊരു വിഷയവുമായി അടുത്ത എപ്പിസോഡിൽ കാണാം. നന്ദി, നമസ്കാരം.